നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട്. സൗദിയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 1000-നടുത്ത് എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച കുറവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇന്നലെ കൂടുകയായിരുന്നു. പുതുതായി 985 പേർക്കാണ് ഇന്നലെ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടിയവരുടെ എണ്ണം 661. 10 മരണങ്ങളാണ് ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ സൗദിയിൽ കഴിഞ്ഞ ദിവസത്തേക്കാളും രോഗികളുടെ എണ്ണവും മരണനിരക്കും കൂടിയിരിക്കുന്നു. 9249 രോഗികൾ സൗദിയിലെ ആശുപത്രിയിൽ കഴിയുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റിയാദിലാണ് രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടുതൽ. ഇന്നലെ റിയാദിൽ 463 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മക്കയിൽ 201 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യകളിലും രോഗവ്യാപനം കൂടുതലാണ്. വിവിധ പ്രവിശ്യകളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്ത രോഗികളുടെ എണ്ണം ഇപ്രകാരമാണ്: റിയാദ് 463, മക്ക 164, കിഴക്കൻ പ്രവിശ്യ 140, അൽഗസീം 37, അസീർ 34, ഹായിൽ 33, മദീന 30, ജീസാൻ 21, തബൂക്ക് 20, നെജ്റാൻ 16, വടക്കൻ അതിർത്തി മേഖല 11, അൽബഹ 10, അൽ ജൗഫ് 6 എന്നിങ്ങനെയാണ് കേസുകൾ. സൗദിയിലാകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,21,042 ആയിരിക്കുന്നു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,86,102 പേരും. 6,791 പേരാണ് ഇതുവരെ രോഗം ബാധിച്ചു മരിച്ചത്. 45,843 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. വരും ദിവസങ്ങളിൽ വാക്സിൻ വിതരണം ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. അതേസമയം സൗദിയിൽ കോവിഡ് വാക്സിൻ 2ാം ഡോസ് നൽകുന്നത് നീട്ടിവെച്ചിരിക്കുന്നു. സമൂഹത്തിലെ എല്ലാവർക്കും 1ാമത്തെ ഡോസ് വാക്സിൻ ലഭിച്ചുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് 2ാമത്തെ ഡോസ് നീട്ടിവെക്കുന്നതെന്ന് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ആദ്യ ഡോസ് വാക്സിൻ വിതരണം വിപുലമാക്കാനും 2ാം ഡോസ് അപ്പോയിന്റ്മെന്റുകൾക്ക് നീട്ടിവെക്കാനുമാണ് സമയക്രമം മാറ്റുന്നതെന്ന് മന്ത്രാലയം പറഞ്ഞു. എന്നാൽ കോവിഡ് വാക്സിൻ പൂർത്തിയാക്കി നാട്ടിൽ അവധിക്ക് പോകാനിരുന്ന പ്രവാസികളെ പുതിയ തീരുമാനം ആശങ്കയിലാക്കി. വിമാനയാത്രയ്ക്ക് കോവിഡ് വാക്സിൻ നിർബന്ധമാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നാട്ടിൽ നിന്ന് 2ാമത്തെ ഡോസ് എടുക്കാനാകുമോ എന്ന് പലരും സംശയം ഉന്നയിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.